ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ചായക്കും കാപ്പിക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, മുറുക്ക്. അതിനെടുത്തിരിക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്. വറുത്തെടുക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റോസ്റ്റഡ് പൊടിയാണെന്ന് വരികിൽ വറക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വറുക്കുന്നത്. അരിപ്പൊടി വറക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെന്ന് വരികിൽ ഒക്കെ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ വറവ് മണം പൊങ്ങി വരുന്നുണ്ട്. ഞാനിത് സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇനിയും ഉഴുന്ന് വറുത്തെടുക്കുകയാണ്. ഇത് 1/2 കപ്പ് ഉഴുന്നുണ്ട്. വറക്കാൻ തുടങ്ങുമ്പോൾ വറക്കുന്ന പാത്രം നല്ല ചൂടായതിന് ശേഷമേ ഉഴുന്നുപരിപ്പ് ഇടാവൂ. ഉഴുന്നുപരിപ്പ് ഒരു 6 മിനിറ്റോളം ഞാനിത് വറുത്തു. ഒരു റോസ്റ്റായ മണവും വരുന്നുണ്ട്. കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും വറുത്താൽ മതി. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഉഴുന്നുപരിപ്പ് തണുത്തു. ഇനി ഇത് പൊടിച്ചെടുക്കുകയാണ്. ഉഴുന്ന് പൊടിച്ചെടുത്തു. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇത് അരിപ്പൊടിയിൽ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള, 1 ടീസ്പൂൺ കായം പൊടിച്ചെടുത്തത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയും വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. പൊടി കുഴച്ച് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ വേണം കുഴയ്ക്കാൻ. നല്ല മയത്തിൽ കുഴച്ച് എടുക്കുക. ഇതിന് ഏകദേശം ഒരു 2.25 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്തത്. ഓരോ പൊടി അനുസരിച്ചായിരിക്കും വെള്ളം ചേർക്കേണ്ടത്. ഇത് ആവശ്യത്തിന് കുഴഞ്ഞിട്ടുണ്ട്. മുറുക്ക് പിഴിയുമ്പോൾ ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവൽ ഇതുപോലിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് പിഴിഞ്ഞ് വെക്കാം. നമ്മൾ മുറുക്ക് പിഴിയാൻ ഉപയോഗിക്കുന്ന അച്ച് ഇതുപോലെയുള്ള ഒരു സ്റ്റാറിൻ്റെ ഡിസൈനുള്ള അച്ചാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മളൊരു സ്വല്പം എണ്ണമയം പുരട്ടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും സ്വല്പം എണ്ണമയം പുരട്ടണം. മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിന് ഇടിയറൽ എന്നാണ് പറയുന്നത്. ഇതൊരുപാട് പഴക്കമുള്ളതാണ്. ഏകദേശം ഒരു 50 വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. അച്ച് ഇതിലിട്ട് പോലെ മുറുക്കി എടുക്കുക. ഇതുപോലെ ചുറ്റിച്ച് എടുക്കണം. നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും ചുറ്റ് എടുക്കാം. ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങുന്നവരാണെന്നൊരിയിൽ ചെറിയ റൗണ്ടായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അത് എടുത്ത് എണ്ണയിലേക്ക് ഇടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പം അതിൻ്റെ കുഴശേറ്റിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒട്ടും പൊട്ടാതെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള വലിപ്പം വരുമ്പോൾ അതിൽ നിന്ന് വിടുവിച്ച് ഇതിലോട്ട് ഇങ്ങനെ മുട്ടിച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് ഇത് പിഴിയാൻ തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. എണ്ണ നന്നായിട്ട് ചൂടായി. ഇത് ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ ആവശ്യത്തിന് മുറുക്ക് മുങ്ങിക്കിടക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കണം. എണ്ണയിലേക്ക് ഇട്ട് ഉടനെ മറിക്കരുത്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ മോൾവശം ഒരുമാതിരി മൂത്ത പാകം കാണുമ്പോൾ അത് മറിച്ചിടണം. മുറുക്ക് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ബബ്ലിങ് സ്വല്പം അങ്ങ് കുറയും. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കോരിയെടുക്കുകയാണ്. മുറുക്കുണ്ടാക്കുമ്പോൾ നല്ല ലൈറ്റ് ആൻഡ് ക്രിസ്പി ആയിരിക്കണം. ഈ മുറുക്ക് നല്ല പപ്പടം പോലെ പൊടിയുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക.